ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നേർച്ചക്കാണ്, നമ്മുടെ പട്ടാമ്പി നേർച്ച. കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് നമ്മുടെ ചാനൽ അതിൻ്റെ വീഡിയോ വരുന്നതാണ്. ഇവിടുത്തെ ഈ പട്ടാമ്പിക്കാർക്ക്, പട്ടാമ്പിയിലെ നാട്ടുകാർക്ക്, അതായത് ഞാനടക്കം അടങ്ങുന്ന പട്ടാമ്പിയിലെ നാട്ടുകാർക്ക് ഏറ്റവും വലിയ ഉത്സവമാണ് നമ്മുടെ പട്ടാമ്പി നേർച്ച. അതിൻ്റെ വീട് കരുവാമ്പടി ആട്ടോ. പട്ടാമ്പിയിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ ഉണ്ടാവും. ഇന്ന് പട്ടാമ്പിയിൽ നടക്കാൻ പോകുന്നത് 111ാമത്തെ ദേശീയ ഉത്സവമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഞാനൊരു കാര്യം ഉറപ്പ് തരാം. നിങ്ങൾക്കൊരു ആനപ്രേമിയൊക്കെ ആണെങ്കിൽ ഇന്ന് ഇവിടെ വരേണ്ടത് നിങ്ങൾ നിർബന്ധമായിട്ട് വരണം. കാരണം ആനകളെ കൊണ്ട് നിറയുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഓരോ ടീമിലും 4, 5, 6 ആനകളൊക്കെ ഉണ്ടാവും. ഒരുപാട് ടീമുകളുണ്ട്, ഏകദേശം 50ഓളം ടീം ഉണ്ടോണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിതാ ഇവിടെയായിട്ട് നിൽക്കുന്നത്. ഈ ഒരു സ്ഥലം പട്ടാമ്പിയിലെ എല്ലാവർക്കും പരിചിതമായിരിക്കും. അപ്പോൾ എന്തായാലും പട്ടാമ്പിയിലേക്ക് പോകുന്ന റൂട്ടാണ്. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലാട്ടോ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മൾ കുറേ എഫേർട്ട് എടുത്ത് ഇന്നിപ്പോൾ 6 മണിക്കാണ് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. സോ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് ചെല്ലാട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ സമയം 6:45 ഇന്ന് പട്ടാമ്പി നേർച്ചയ്ക്ക് ഏറ്റവും ഫസ്റ്റ് നേർച്ച കാണാൻ വേണ്ടി വരുന്നത് തന്നെ നമ്മളായിരിക്കും. ഞാൻ ഇത്ര നേരത്തെ പോകണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആനകളൊക്കെ വന്നിറങ്ങണത് കാണാമല്ലോ. സോ എന്തായാലും നമുക്ക് നേരെ പോയോ കേട്ടോ. നമ്മളിതാ പട്ടാമ്പി സെൻറ്ററിൽ മക്കാമിൻ്റെ അവിടെ എത്തിയിട്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് രാവിലെ ചായ അടിക്കാതെ വന്നു. അപ്പോൾ ഇവിടുന്ന് ചായ അടിച്ചിട്ട് പോകാമെന്ന് കരുതി. ഇവിടുന്ന് ചായ അടിച്ചതിന് ശേഷം നമുക്ക് മേലെ പട്ടാമ്പിക്ക് പോവാം. ഇതാണ്ടോ ഇവിടുത്തെ മക്കാം. എനിക്ക് ഇതിൻ്റെ ഒരു പഴയ കാലത്തെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ആലൂർ വലിയ പുകുഞ്ഞിക്കോയ തങ്ങൾ ഹൈദ്രോസ് മക്കാം. എന്തായാലും നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ ഇതാ വണ്ടി എടുത്തിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആനകൾ ലോറിയിൽ പോകണത് കാണാം കേട്ടോ. എന്തായാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി സ്റ്റാർട്ട് പോകണ ഒരു ആന കേട്ടോ. അത് ഏതാ ആന നോക്കാൻ പറ്റില്ല, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ടില്ല. ഇനിയിപ്പോൾ ആ ഒരു ആന പോയ ശേഷം നമ്മൾ കുറേ നേരം ഇവിടെ റോട്ടിൽ നിന്നിട്ട് അപ്പം അങ്ങനെ ലാസ്റ്റ് ഇത് അവിടുന്ന് ഒരു ആന വരുന്നുണ്ട്. ഏതാണെന്നറിയില്ല, അവിടുന്ന് ദൂരേന്ന് വരുന്നുണ്ട്. ഞാൻ കാണിച്ചത് ഏതാ നമുക്ക് നോക്കി നോക്കാം. ഇതേ ബസ്സിൻ്റെ ബാക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ വന്ന ആനത് അവിടെ നിർത്തിയിട്ടാ. അപ്പോൾ ഏതാ ആന അറിയില്ല. എനിക്ക് തോന്നുന്നു അവിടെ ഇറക്കാനാ തോന്നുന്നു. അവിടെ ഇറക്കാനാണെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് നോക്കി നോക്കാം കേട്ടോ.
രണ്ട് ടീം അവിടെ ഉണ്ട്. അവിടുന്ന് ഇതാ വേറെ രണ്ട് ടീം വരുന്നുണ്ട്. അവരെ ഇതിൽ ഇത്ര മുന്നത്തിൽ ഒന്നും ബാക്കിൽ രണ്ടെണ്ണ ആനകൾ വരുന്നുണ്ട്. അവിടുന്ന് ഒരുപാട് ടീം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ബസ് സ്റ്റാൻഡിന് വേണ്ടി വന്നതാണ്. ഇവിടെ വേറെ ആണ്. Back